നമസ്കാരം. ആസ്ട്രോ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് ഓരോ ദശയും എത്ര വർഷം വരെ നിൽക്കും എന്നതിനെക്കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഓരോ നക്ഷത്രങ്ങളുടെയും ദശാനാഥന്മാരെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഈ വീഡിയോയിലൂടെ ഓരോ ദശയും എത്ര വർഷം നിൽക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ കേതുർ ദശ 7 വർഷമാണ് അനുഭവത്തിൽ വരുന്നത്. അപ്പോൾ 7 വർഷം കേതുർദശയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നത്. ശുക്രദശ, ഇപ്പം ശുക്രദശാകാലം എന്ന് പറയുന്നത് 20 വർഷമാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ 20 വർഷം ശുക്രദശാകാലം. ആദിത്യദശ, ആദിത്യൻ എന്ന് പറയുന്നത് സൂര്യനെയാണ്. 6 വർഷമാണ് സൂര്യദശാകാലം, അല്ലെങ്കിൽ ആദിത്യ ദശാകാലം 6 വർഷമാണ്. ചന്ദ്രദശാകാലം എന്ന് പറയുന്നത് 10 വർഷമാണ്. 10 വർഷം ചന്ദ്രദശാകാലം. അടുത്തത് കുജദശ എന്ന് പറയും. കുജൻ എന്ന് പറയുന്നത് ചൊവ്വ എന്ന ഗ്രഹത്തെയാണ്. അപ്പോൾ ഈ കുജദശാകാലം 7 വർഷം മനുഷ്യ ജീവിതത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. അടുത്തതായിട്ട് വരുന്ന ദശ രാഹുർ ദശയാണ്. ഇപ്പോൾ രാഹുർ ദശ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലൂടെ 18 വർഷം നിൽക്കും. ഈ വർഷങ്ങളിലൊക്കെ മനുഷ്യജീവിതത്തെ ചെലുത്തുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഇനിയുള്ള വീഡിയോസുകളിലൂടെയൊക്കെ വരുന്നതായിരിക്കും. അടുത്തത് വ്യാഴദശ കാലമാണ്. വ്യാഴദശ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന കാലയളവ് 16 വർഷമാണ്. അപ്പോൾ വ്യാഴദശ കഴിഞ്ഞാൽ അടുത്തതായിട്ട് വരുന്നത് ശനി ദശാകാലമാണ്. ശനിദശാകാലം 19 വർഷം അനുഭവിക്കേണ്ടതായിട്ട് വരും. ശനി ദശാകാലം കഴിഞ്ഞാൽ അടുത്ത ദശ എന്ന് പറയുന്നത് ബുധദശയാണ്. അപ്പോൾ ഈ ബുധദശാകാലം 17 വർഷം നിൽക്കും.
കേതു മുതൽ ബുധൻ വരെയുള്ള ഗ്രഹങ്ങൾ ഓരോ നക്ഷത്രത്തിൻ്റെയും ദശാനാഥന്മാർ ഇത്രയും വർഷം മനുഷ്യജീവിതത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ ദശകളിലെല്ലാം ഈ ദശാനാഥന്മാർ ജീവിതത്തിൽ പല പല അനുഭവങ്ങളും തരുന്നുണ്ട്. അപ്പോൾ തുടർന്ന് ആസ്ട്രോ മീഡിയ യൂട്യൂബ് ചാനൽ തുടർന്നും എല്ലാവരും കാണണം. ഇതുവരെ തന്ന സപ്പോർട്ടുകൾ ഇനിയും ഉണ്ടാവണം. അപ്പോൾ പുതിയ പുതിയ ആസ്ട്രോളജി സംബന്ധിയായിട്ടുള്ള ഒരുപാട് വീഡിയോസുകളൊക്കെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടുതൽ അറിവുകളുമായിട്ട് ചാനലിലൂടെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.